അപ്പോൾ ദേ ഞാൻ എൻ്റെ മുടിയൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ടേ. ഇത് കണ്ടോ, നാരങ്ങയൊന്നും ഇടാതെ തന്നെ നോക്കിക്കേ എന്തോരം നന്നായിട്ട് എൻ്റെ തലയിൽ കളർ പിടിച്ചിട്ടുണ്ടെന്ന് നോക്കി കണ്ടോ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഹെയറിൻ്റെ കളർ കണ്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഹെന്ന ചെയ്തിട്ട് വന്ന് നിൽക്കുന്നതാണ്. അപ്പം എൻ്റെ ഹെയറിന് ഇത്രയും നല്ല രീതിയിൽ കളർ കിട്ടാനായിട്ട് ഞാൻ എങ്ങനെയാണ് ഹെന്ന ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്ന് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഹെന്നയുടെ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചല്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാ പ്രാവശ്യവും റെഗുലറായിട്ട് മാത്രം ഇടുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതും നമ്മുടെ ഹെയറിന് കളർ കിട്ടുന്നതിനോടൊപ്പം നമ്മുടെ തലയിലെ താരം പോകാനും അതുപോലെ മുടി കൊഴിച്ചിൽ തടരാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ വളരെ നല്ലതാണെന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ അന്നേരം എടുത്തത്. അപ്പോൾ ഞാനിത് എൻ്റെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഹെന്ന മിക്സ് ചെയ്യാനുള്ള വെള്ളം, അതായത് ഒരു 2.5 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. അതിലേക്ക് ഞാൻ ഒരു പിടി കറിവേപ്പിലയും ഒരു 3-4 ചെറിയുള്ളി, പിന്നെ 1 സ്പൂൺ ചായപ്പൊടിയും 1/2 സ്പൂൺ മാത്രമേ കാപ്പിപ്പൊടിയും ചേർത്തിട്ടുള്ളൂ. കാരണം കാപ്പിപ്പൊടി നമുക്കറിയാം ഒരുപാട് ചേർക്കുന്നത് മുടി ചിലപ്പോൾ സ്കാൽപ്പും ഹെയറും ഒക്കെ ഡ്രൈ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഡ്രൈ ആവാൻ കാരണമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹെന്ന മിക്സിങ്ങിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കാപ്പിപ്പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിന് ശേഷം അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ട്. തിളപ്പിച്ചിട്ട് ഒരു ശകലം ഒന്ന് വറ്റണം. എന്നാലാണ് അതിൻ്റെ ഒരു എല്ലാത്തിൻ്റെ സത്തൊക്കെ ഇറങ്ങി നന്നായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഗുഡ്നെസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് ശേഷം എനിക്ക് ആവശ്യത്തിനുള്ള ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ആംല പൗഡറും കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്, നെല്ലിക്കാപ്പൊടി. പിന്നെ ഞാൻ നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ച ചായവെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പിറ്റേ ദിവസം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ഒഴുകി പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഉള്ള രീതിയിൽ തന്നെ കുഴച്ചിട്ട് വേണം വെക്കാനായിട്ട്. കാരണം രാവിലെ ആകുമ്പോഴത്തേട്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഒരു കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലോട്ട് വരും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരുപാട് ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ തലേന്ന് കുഴച്ച് വെക്കുക. അപ്പം അറ്റ്ലീസ്റ്റ് രാത്രിക്ക് കുഴച്ച് വെക്കണതാണ് നല്ലത്. ഒരു 12 അവർ എങ്കിലും നമ്മൾ കുഴച്ച് വെക്കണം. എന്നാലാണ് ആ ഹെന്നയുടെ ഒരു ഗുഡ്നെസ് ഫുള്ള് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് മൂടി അങ്ങ് വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല, വെളിയിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴാണ് നോക്കണത്. ഇതുണ്ട്, രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേട്ട് ചെറുതായിട്ട് അതിൻ്റെ കളറൊന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഇരുമ്പിനോട് ചേർന്ന വശം നന്നായിട്ട് ബ്ലാക്ക് കളറുമായിട്ടുണ്ട്. അപ്പോൾ ഈ ഹെന്ന മുഴുവനായിട്ടൊന്ന് ബ്ലാക്ക് കളർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു 3 പ്രാവശ്യമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യാൻ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഹെന്ന ഫുള്ള് നമുക്ക് ബ്ലാക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതൊരു പ്രാവശ്യം ഞാൻ മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുക. ഇനി അതുപോലെ തന്നെ 2 പ്രാവശ്യം കൂടി ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഇന്നലെ രാത്രി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിന്ന് രാവിലെ ഒരു 3 പ്രാവശ്യം മിക്സ് ചെയ്തായിരുന്നു. അപ്പോഴത്തേക്ക് നോക്കി നല്ലോണം ബ്ലാക്ക് കളറായിട്ടുണ്ട് കണ്ടോ. ഹെന്ന മുഴുവനും നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇടുന്നതിന് മുന്നേ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് നമ്മുടെ ഹെന്ന ബ്ലാക്ക് കളറായിട്ട് കിട്ടും. അപ്പോൾ അതിന് ശേഷമാണ് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കാര്യങ്ങൾ ചേർക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം ചേർക്കാൻ പോകുന്നത് ഒരു മുട്ടയാണ്. അപ്പം ഞാൻ മുട്ട ഫുള്ള് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുട്ട ഫുള്ള് ചേർക്കണം എന്ന് ഇഷ്ടമില്ലാത്തവർ അതിൻ്റെ വൈറ്റ് മാത്രം ചേർത്താലും മതി. പക്ഷേ മുട്ട മുഴുവൻ ചേർക്കണതാണ് നമ്മുടെ ഹെയറിന് ഏറ്റവും നല്ലത്. നമുക്കറിയാം നമ്മൾ എല്ലാവരും കെരാറ്റിൻ ചെയ്യാനും പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊക്കെ നമ്മൾ പാർലറിൽ പോകാറുണ്ട്. അപ്പം നമ്മുടെ മുട്ടയ്ക്കകത്ത് ഫുള്ള് പ്രോട്ടീൻ, അത് നമ്മുടെ ഹെയറിനെയൊക്കെ ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. പിന്നെ ഞാൻ 1 സ്പൂൺ തൈരാണ് ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കണത് ഒരു 10 ഡ്രോപ്പ് വെളിച്ചെണ്ണയാണ്. അപ്പോൾ പലരും വെളിച്ചെണ്ണ ചേർക്കണത് കണ്ടിട്ടില്ല. അപ്പം വെളിച്ചെണ്ണ നമ്മൾ മസ്റ്റായിട്ടും ചേർത്തിരിക്കണം. കാരണം അല്ലെങ്കിൽ ഈ ഹെന്ന നമ്മൾ മിക്സ് ചെയ്ത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഉണങ്ങി വരുമ്പോഴത്തേട്ടും ഭയങ്കരമായിട്ട് നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഉണങ്ങിയിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് കഴുകി കളയാനും നമ്മുടെ സ്കാൽപ്പൊക്കെ ഇച്ചിരി സ്മൂത്ത് ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ടും ഒക്കെ ഈ വെളിച്ചെണ്ണ ചേർക്കണതും നല്ലതാണ്. അതുപോലെ തന്നെയാണ് മുട്ടയും തൈരും നമ്മൾ ചേർക്കണത്. നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ ഡ്രൈ ആവാതെ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്.
പിന്നെ ഞാൻ ഇടുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് നാരങ്ങാനീര് ചേർക്കാറില്ല കേട്ടോ. പലപ്പോഴും അധികമായിട്ട് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെന്ന് തോന്നിയാൽ മാത്രമാണ് ഞാൻ നാരങ്ങാനീര് ചേർക്കാറുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇന്ന് ഞാൻ നാരങ്ങാനീര് ചേർക്കുന്നില്ല. അപ്പം എൻ്റെ തലയിൽ അധികം ഡാൻഡ്രഫ് ഒന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നാരങ്ങാനീര് ചേർക്കുന്നില്ല. അപ്പം നാരങ്ങാനീരും നമ്മൾ ചേർക്കുന്നവർ നാരങ്ങാനീര് ഒരുപാട് ചേർക്കാതിരിക്കുക. ഒരു 10 to 15 ഡ്രോപ്പ് മാത്രം നാരങ്ങാനീരും ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെന്ന അപ്ലൈ ചെയ്തതിന് ശേഷം പലർക്കും ജലദോഷം പനിയൊക്കെ ഉണ്ടാകുന്നു എന്നുള്ള ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അതും ഇല്ലാതിരിക്കും. കാരണം ഇത് നമുക്കൊരു നോർമൽ കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ പരട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് അത് ഒഴുകി വരത്തില്ല. അപ്പം അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ മറ്റ് ഹെന്ന വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ നാരങ്ങാനീരൊന്നും ഇല്ലാതെ ഈ ഒരു രീതിയിൽ ഞാൻ ഹെന്ന അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എൻ്റെ ഹെയറിന് എന്തോരം കളർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം കാണിക്കാം, അതിന് ശേഷം വാഷ് ചെയ്തതിന് ശേഷവും കാണിക്കാം. അപ്പൊ എന്റെ മുടി ഹെന്ന ചെയ്യുന്നതിന് മുന്നേ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതേ എന്റെ മുടി നല്ലോണം നീണ്ടിട്ടുണ്ട് കണ്ടോ. അതേ കഴിഞ്ഞ മാസമാണ് ഞാൻ മുടി വെട്ടിയ വീഡിയോ ഇട്ടത്. അപ്പൊ എനിക്ക് അടുത്ത പ്രാവശ്യം വെട്ടാനായി. അപ്പൊ ഇതേ ഞാൻ മുടിയൊന്ന് കാണിച്ചു തരാം നിങ്ങളെ. എന്റെ ഇപ്പൊ എന്തോരം കളറ് ആയിട്ടുണ്ട് എന്നുള്ളത്, വെളുത്തിട്ടുണ്ട് എന്നുള്ളത് കണ്ടോ. ഇതേ കണ്ടോ. അപ്പൊ ഇനി ഹെന്ന ഇട്ടതിന് ശേഷം കാണിക്കാട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഹെന്ന ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ സ്വന്തമായിട്ടാണ് ഇട്ടത്. അപ്പോൾ ഇതിന് മുന്നേ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും ഞാൻ സ്വന്തമായിട്ട് നന്നായിട്ട് ഹെന്ന ചെയ്യാറുണ്ടെന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഞാനിത് കവർ ചെയ്ത് വെക്കാറില്ല കേട്ടോ. കാരണം കവർ ചെയ്ത് വെക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്ലാസ്റ്റിക് കവർ കൊണ്ടൊക്കെ കവർ ചെയ്ത് വെച്ചാൽ അത് നമ്മുടെ തല വിയർക്കാനും വെള്ളം ഇറങ്ങാനും അത് നമുക്ക് ജലദോഷവും പനിയൊക്കെ ഉണ്ടാവാനായിട്ട് കാരണമാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കവർ ചെയ്ത് വെക്കാറില്ല. കവർ ചെയ്ത് വെക്കാതെ അതുപോലെ തന്നെ ഞാൻ ഫ്രണ്ടിലേക്കൊക്കെ ഇച്ചിരി നന്നായിട്ട് ഇറക്കി ഇട്ടിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ദേ ഞാൻ എൻ്റെ മുടിയൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ടേ. ഇത് കണ്ടോ, നാരങ്ങയൊന്നും ഇടാതെ തന്നെ നോക്കിക്കേ എന്തോരം നന്നായിട്ട് എൻ്റെ തലയിൽ കളർ പിടിച്ചിട്ടുണ്ടെന്ന് നോക്കി കണ്ടോ. ദേ അതുപോലെ തന്നെ മുടി നോക്കിയേ, ഒരു തുള്ളി പോലും ഡ്രൈ ആയിട്ടില്ല. നല്ല സോഫ്റ്റായിട്ടല്ലേ ഇരിക്കുന്നതെന്ന് നോക്കിയേ കണ്ടോ. അതെ കണ്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് ഞാൻ ഹെന്ന ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാനിപ്പം ഷാമ്പു ഇടാതെയാണ് കഴുകിയത്. ഇനി നാളെ ഞാൻ നന്നായിട്ട് എണ്ണ വെച്ചതിന് ശേഷം 1 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യും. അതിന് ശേഷമാണ് ഷാമ്പു ഇട്ടിട്ട് നന്നായിട്ട് കഴുകി കളയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് പിന്നെയും അതൊരു ഡിസ്റ്റർബൻസ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെയും പറയാത്തത്. പിന്നെ നമ്മൾ ഹെന്ന ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ച് 2-3 ദിവസത്തിന് ശേഷമൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം കളർ കിട്ടത്തില്ല. അതുപോലെ തന്നെ ആ ഹെന്നയുടെ ഒരു നല്ല ഗുഡ്നെസ്, ഇപ്പോൾ ഹെന്ന ഇടുന്നത് നമ്മൾ കളറിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ തലയിലെ താരൻ പോകാനും മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് വർദ്ധിപ്പിക്കാനും ഒക്കെ ഹെന്ന വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഗുഡ്നെസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 12 അല്ല 13-14 മണിക്കൂർ നേരം മാക്സിമം വെച്ചതിന് ശേഷം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.